ഫീബ റിയൽ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഡോക്ടർ സുമ നൈന് ജോയിൻ ചെയ്തിട്ടുണ്ട്. 25 വർഷത്തിലധികം സ്ത്രീകളെ ശുശ്രൂഷിക്കുകയും ഒരു ഗൈനക്കോളജിസ്റ്റായി വളരെ സ്തുത്യർഹമായ സേവനം മാം തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലും അതുപോലെ മറ്റ് ഹോസ്പിറ്റലുകളിലും സ്തുത്യർഹമായ സേവനം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഒരു കൗൺസിലറാണ്, ഫാമിലി കൗൺസിലറാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്, മറ്റുള്ളവരെ പല രീതിയിൽ സഹായിക്കുന്ന മാം ഇന്നത്തെ ഈ റിയൽ ടോക്സിലേക്ക് സ്വാഗതം. സ്ത്രീത്വത്തെ പറ്റി നാം കേട്ടിട്ടുണ്ട്. ഇന്ന് ഇതേപ്പറ്റി സംസാരിക്കുമ്പോൾ വുമൺ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണത്തെ പറ്റി കേൾക്കുന്നുണ്ട്. ശരിക്കും മാം എന്താണ് ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ മാമിൻ്റെ മൈൻഡിലേക്ക് വരുന്നത്? താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഒത്തിരി സന്തോഷം. സ്ത്രീത്വം എന്ന് പറയുമ്പോൾ സ്ത്രീയെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്, അതിലേക്കാണ് നമ്മുടെ ചിന്ത ആദ്യം പോകുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു, ഒരു ഉദ്ദേശമായിരുന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തെ പൂർണ്ണമായി ഈ ഭൂമിയിൽ പ്രകടമാക്കണമെങ്കിൽ അവരെ സ്ത്രീയും പുരുഷനും എന്ന് മനുഷ്യനെ ഈ രണ്ട് രൂപത്തിൽ സൃഷ്ടിക്കണം. ദൈവത്തിൻ്റെ കുറേ ആട്രിബ്യൂട്ട്സ് തന്നെ ഒരു സ്ത്രീയിലൂടെ മാത്രമേ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ പരിലാളന. സോ ദ ഹോൾ നേച്ചർ ഓഫ് ഗോഡ്, അത് മനുഷ്യനിലൂടെ ഭൂമിയിൽ പ്രകടമാക്കുവാനാണല്ലോ. ദൈവത്തിൻ്റെ അതേ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു ചിന്തയാണ് ദൈവത്തിൻ്റെ മനസ്സിൽ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ. അപ്പോൾ സ്ത്രീയെ മനസ്സിലാക്കണമെങ്കിൽ, സ്ത്രീത്വത്തെ മനസ്സിലാക്കണമെങ്കിൽ അവളുടെ സൃഷ്ടിതാവിൽ അത് തുടങ്ങണം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് സ്ത്രീയെക്കുറിച്ചുള്ള ഒരു മനസ്സിലാക്കൽ ലഭിച്ചത് തന്നെ അവിടെ നിന്നാണ്. അപ്പം സ്ത്രീയെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ബിബ്ലിക്കൽ വുമൺഹുഡ് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പല വിധത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ഒരു സ്ത്രീ ആരാണ്, അവളുടെ ഫങ്ഷൻ എന്താണ്, അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഓൾറെഡി ലോകത്തിൽ. പല വിധത്തില് ഓരോ സംസ്കാരങ്ങള്, ഓരോ ബാക്ക്ഗ്രൗണ്ട്, ഓരോരുത്തരുടെ അനുഭവങ്ങൾ, ഇതെല്ലാം വെച്ച് പല വിധത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ബട്ട് വി നീഡ് ടു കം ബാക്ക് ടു ദ ബിഗിനിങ്, ടു ദ ഗോഡ് ഹു ക്രിയേറ്റഡ് ഹെർ. ദൈവമാണ് ഇവളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഇവൾ ആരാണ്, ഇവൾ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ഇവളുടെ പർപ്പസ് എന്താണ്, എങ്ങനെയാണ് ഇവൾക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാൻ പറ്റുന്നത്, അവളുടെ റോൾ എന്താണ്, ഇതെല്ലാം പറഞ്ഞു തരാൻ കഴിയുന്നത് അവളുടെ സൃഷ്ടിതാവായ ദൈവത്തിനും നമുക്ക് തന്നിരിക്കുന്ന ആ മാനുവൽ, ദൈവം തന്നിരിക്കുന്ന മാനുവലിനകത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ശരിക്കും സ്ത്രീത്വത്തെ പറ്റി പറയുമ്പോൾ, സ്ത്രീ ശാക്തീകരണത്തെ പറ്റി പല വാദങ്ങളുള്ളപ്പോൾ തന്നെ സ്ത്രീയെ സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവിക ഉദ്ദേശത്തോടെ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിൻ്റെ ഗുണങ്ങളെ പറ്റി പറയുവാൻ സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കും. ശരിക്കും സമൂഹം അങ്ങനെയാണോ സ്ത്രീയെ കാണുന്നത്? ഒരിക്കലും അല്ല. നമ്മൾ ഏത് സൊസൈറ്റിയിലാണ്, ഏത് കൾച്ചറിലാണ്, അവിടുത്തെ പ്രാക്ടീസസ് എന്താണ്, അതനുസരിച്ചാണ് പലപ്പോഴും ഒരു സ്ത്രീയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അവളുടെ റോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പലപ്പോഴും നമ്മളൊരു ബിബ്ലിക്കൽ മോഡലിലേക്ക് പോകുമ്പോൾ അത് വീണ്ടും സ്ത്രീയെ അടിച്ചമർത്താൻ ഒരു കാരണമാകുമോ, അവൾ സബ്മിസീവ് ആയിരിക്കണം എന്ന് പറഞ്ഞ് അവളെ ഒരു ബാക്ക് സീറ്റിലേക്ക് തള്ളുമോ എന്ന് ആൾക്കാർ ചിന്തിക്കാറുണ്ട്. ബിക്കോസ് അതൊരു ഏൻഷ്യന്റ് വിസ്ഡത്തിലേക്ക് നമ്മൾ പോവുകയാണല്ലോ. അതെ, അവൾ കീഴ്പ്പെട്ടിരിക്കണം, അവൾ ഹോം ബൗണ്ട് ആയിരിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മനുഷ്യരുടെ മനസ്സിലേക്ക് ഇത് സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടി പറയുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ തുറന്ന കണ്ണുകളോടെ, തുറന്ന മനസ്സോടെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി വേറെ ഒരു പിക്ചറാണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ പ്രോവേർബ്സ് 31 വുമൺ, അവിടെ വളരെ എംപവേർഡ് ആയിട്ടുള്ള, വളരെ സ്മാർട്ടായിട്ട്, സാമർഥ്യമുള്ളൊരു, അതെ ശരിയാണ്, അവളുടെ അടിസ്ഥാനം അവളുടെ ഭവനം, അവളുടെ ഭർത്താവ്, അവളുടെ മക്കൾ ആണ്. എങ്കിലും
അവിടം കൊണ്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയല്ല ഒരിക്കലും നമ്മൾ അവിടെ കാണുന്നത്. മറിച്ച് അവളുടെ എല്ലാ കഴിവുകളിലും എല്ലാ മേഖലകൾക്കകത്തും വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ലേഡിയും സ്വാധീനം ചെലുത്തുവാൻ കഴിയും. സ്വാധീനം ചെലുത്തുവാൻ അവളുടെ ഭവനത്തില്, അവളായിരിക്കുന്ന സമൂഹത്തില്, ദേശത്തില് അവൾ വളരെ സ്വാധീനം ചെലുത്തുന്ന പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് സ്ത്രീയെ ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വാക്യമാണിത്, സാമർഥ്യമുള്ള സ്ത്രീയെ പറ്റിയുള്ളത്. അത് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സ്ത്രീകളാകുമ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തെ ഇമ്പാക്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു കുടുംബത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും എന്ന്. ഒരു സ്ത്രീ ജനിക്കുമ്പോൾ അല്ലെ വളർന്നു വരുമ്പോൾ അവളുടെ ഉള്ളിൽ പല സ്വപ്നങ്ങളുണ്ട്. ഈ സ്വപ്നങ്ങളെയൊക്കെ സാക്ഷാത്കരിക്കാൻ കുടുംബം എത്രത്തോളം അവളോടൊപ്പം നിൽക്കണം? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മളെ ഒരു സാമൂഹിക ജീവിയായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ. ഓക്കെ. സഭ എന്നൊരു കൺസെപ്റ്റ് വരുന്നതിന് മുൻപ് തന്നെ കുടുംബം എന്നൊരു കൺസെപ്റ്റാണ് ഈവൻ ബൈബിളിൽ പോലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്നെ ദൈവത്താൽ സ്ഥാപിതമായതാണ് കുടുംബം. ദൈവത്താൽ സ്ഥാപിതമായതാണ്. സോ നമ്മുടെ ആ ഒരു അർത്ഥം അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ അവരെ തന്നെ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് ഞാൻ എന്നെക്കുറിച്ച് ചുരുങ്ങി ചിന്തിക്കുന്നു എന്നല്ല ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. കുടുംബം അത് ഏത് സമൂഹത്തിൻ്റെയും അടിസ്ഥാനമാണ്. ദൈവത്താൽ സ്ഥാപിതമായ ഒരു യൂണിറ്റാണ്. അവിടെയാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. അവര് ആ സുരക്ഷിതത്വത്തിലാണ്, ആ അന്തരീക്ഷത്തിലാണ്, മാതാപിതാക്കളുടെ സ്നേഹ സംരക്ഷണത്തിലാണ് അവർ വളർന്ന് വലുതായി. ആ ഒരു സപ്പോർട്ട് സിസ്റ്റം, ആ ബന്ധങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ആരോഗ്യപരമായി സമൂഹത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടുന്ന എല്ലാ ബാക്കപ്പും അവർക്ക് കിട്ടുന്നത് ഈ കുടുംബത്തിനകത്തുനിന്നാണ്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ആദ്യമേ ഒരു മകളായി, പിന്നീട് അവൾ ഒരു ഭാര്യയായി, ഒരു മരുമകളായി, ഒരു അമ്മയായി. ഈ റോളുകളിലേക്ക് അവൾ മുൻപോട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവളുടെ വ്യക്തിത്വത്തിനകത്ത്, അവളുടെ കഴിവുകൾക്കകത്ത് എല്ലാം ഒരു പ്രമോഷനാണ്, ഒരു വികസനമാണ്. അതൊരിക്കലും അവളെ അടിച്ചമർത്തുന്ന ഒരു കാര്യമായിട്ടല്ല. അവളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കുടുംബം അവളോടൊപ്പമുണ്ട്, അവളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ അതേ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സീ ഇറ്റ് ആസ് എ പ്രൊമോഷൻ. നോ മേ ബി യു ആർ ബോൺ ആസ് എ ഫീമെയിൽ. ഒരു പെൺകുട്ടിയായിട്ട് നീ ജനിച്ചു കാണും, പക്ഷേ വളർന്ന് വലുതായി ജീവിതത്തിൽ അനേക ഗുണവിശേഷതകൾ ആർജിക്കുന്നതിലൂടെയാണ് അവള് ഒരു സ്ത്രീ, ഒരു ഭാര്യ, ഒരമ്മ. ഇതെല്ലാം അവൾക്ക് ലൈഫിൽ കിട്ടുന്ന ഒരു പ്രൊമോഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ശരിക്കും ഒരു അർത്ഥവത്താകുന്ന അവളുടെ സൃഷ്ടിയുടെ, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ അവളുടെ സൃഷ്ടിയുടെ ഉദ്ദേശം പൂർണ്ണമാകുകയാണ്. അതെ അതെ. അപ്പോൾ തന്നെ പലപ്പോഴും ഈ പറഞ്ഞ വിവാഹിത ആയിക്കഴിഞ്ഞ സ്ത്രീ പലപ്പോഴും ചിലപ്പോഴൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് അവൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുമ്പോൾ, അവളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കുടുംബത്തിൽ ഒരുമിച്ച് ഭാരം ചുമന്ന രണ്ടുപേർ അതിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് ഭാരം ചുമക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷണൽ ട്രോമ, അതെങ്ങനെയായിരിക്കും അവരത് മെയിൻറ്റെയിൻ ചെയ്യും? അതെ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഐഡിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണ് ദൈവം അതിനെ രൂപീകരിച്ചത്. എന്നാൽ പാപത്തിൻ്റെ ഇൻഫ്ലുവൻസിലായിരിക്കുന്ന ലോകം നമുക്കറിയാം, എവറിത്തിങ് ഈസ് ഡിസ്റ്റോർട്ടഡ്, റിലേഷൻഷിപ്സ് ആർ ബ്രോക്കൺ, പീപ്പിൾ ആർ സെൽഫിഷ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഒരു രീതിയിലുള്ള അനുഭവങ്ങളല്ല പലപ്പോഴും പെൺകുട്ടികൾക്കോ സ്ത്രീകൾക്കോ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതൊക്കെ മാഗസിനിലോ അല്ലെ ഒരു പക്ഷേ നമ്മുടെ ഇമാജിനേഷനോ മാത്രമായി. അതെ, അവര് വളർന്നു വരുമ്പോൾ, ഒരു പെൺകുട്ടിയായിട്ട് ജനിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ വീടിന്റെ അന്തരീക്ഷം അത് ഐഡിയൽ ആയിരിക്കത്തില്ല. മാതാപിതാക്കൾ തമ്മിലുണ്ടായിരിക്കുന്ന ഇഷ്യൂസ്, പ്രോബ്ലംസ്, ചൈൽഡ്ഹുഡ്, ടീനേജിൽ അവർക്ക് വരുന്ന ട്രോമ, അബ്യൂസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കലില്ലാത്തത് കൊണ്ട് അവർ തെറ്റായ ബന്ധങ്ങളിൽ കയറുന്നു, തെറ്റായ വിവാഹ ബന്ധങ്ങളിൽ കയറുന്നു, അവിടെ തകർച്ചകൾ ഉണ്ടാകുന്നു. ഇത് പലപ്പോഴും സ്ത്രീകളെ വല്ലാതെ
ഡീപ്ലി അവരുടെ വ്യക്തിത്വത്തെ, അവരുടെ പേഴ്സണാലിറ്റിയെ ഭയങ്കരമായിട്ട് ഡിസ്റ്റോർട്ട് ചെയ്യുകയും മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് കൊണ്ടുവരികയും അവരുടെ ഉള്ളിൽ ശരിക്കുമുള്ള പൊട്ടൻഷ്യലിലേക്ക് അവർക്ക് വളരാൻ കഴിയാത്തതുപോലെ അവരെ അങ്ങ് കോർണർ ചെയ്ത് കളയുന്ന ഒറ്റപ്പെട്ടു കാര്യങ്ങളാണ്. പോകാൻ അതെ അതെ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പം ഈ സമയത്ത് ഒരു പല കാര്യങ്ങളും ആളുകൾ പറയാൻ ശ്രമിക്കും. പക്ഷെ ഇതൊക്കെ പരാജയപ്പെട്ടു പോകുന്നൊരു സാധ്യതയാണ്. മാനസിക സമ്മർദ്ദത്തെ തുറന്നു പറയാൻ സ്ത്രീ എത്രത്തോളം മറ്റുള്ളവരോട് എത്രത്തോളം തുറന്നു പറയുന്നുണ്ട് എന്ന് നമുക്കറിയത്തില്ല. ആസ് എ കൗൺസിലർ മാം ഒരു കാര്യങ്ങൾ ആളുകൾ സംസാരിക്കുമ്പോൾ സ്ത്രീകൾ അവരുടെ സമ്മർദ്ദങ്ങളെ തുറന്ന് പറയാറുണ്ടോ? അതോ അവർ എത്രത്തോളം അത് മറച്ചു വെക്കാൻ ശ്രമിക്കും? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഓവർ 20 ഇയേഴ്സ് ഞാൻ ഈ ഗൈനക്കോളജി ഫീൽഡിലാണ്. വിച്ച് മീൻസ് ഞാൻ എൻ്റെ പേഷ്യൻസ് സ്ത്രീകൾ മാത്രമാണ്. അവരുടെ ലൈഫിലെ പല സ്റ്റേജസിലൂടെ ഞാൻ അവരെ കാണുന്നു. ഓക്കെ. ത്രൂ ദിസ് ജേർണിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൗൺസിലിംഗ് പഠിക്കണം, കൗൺസിലിങ്ങിൻ്റെ ആ ഒരു വൊക്കേഷനിലേക്ക് വരണം എന്നൊരു താല്പര്യം പോലും എൻ്റെ ഉള്ളിലുണ്ടായത്. അവരുടെ പ്രശ്നങ്ങളെ യെസ്, ബിക്കോസ് ഇവർ പറഞ്ഞുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് ആസ് എ ഡോക്ടർ എൻ്റെ അടുത്ത് അവർ വരുന്നതെങ്കിലും അതിലേറെ മാനസിക സമ്മർദ്ദങ്ങൾ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആരോടും പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്ക് പറയണം പക്ഷെ അതൊന്ന് ഇരുന്ന് സമാധാനമായിട്ട് കേൾക്കാൻ ജെന്യുവനായിട്ട് ആരും അവരുടെ ലൈഫിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് പലപ്പോഴും ഇവർ ഫേസ് ചെയ്യുന്നത്. കഴിഞ്ഞ 20 വർഷത്തോളം അല്ലെങ്കിൽ 25 വർഷത്തോളമായി സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കാണുകയും അവരുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളെ മനസ്സിലാക്കുകയും അവരുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ആണ് ശരിക്കും കൗൺസിലിംഗ് പഠിച്ചത്. കൗൺസിലിംഗ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവരെ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ പല കാര്യങ്ങളും നമ്മളോട് തുറന്നു പറയാൻ അവർ മടി കാണിക്കാറുണ്ടോ? അതോ അവർ പല കാര്യങ്ങളും ഹൃദയത്തിൽ അടക്കി വെക്കുകയാണോ ചെയ്യാറുള്ളത്? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടരാണ്. ഇൻ ജനറൽ ആസ് എ സ്പീഷീസ് നമ്മൾ സ്ത്രീകളെക്കുറിച്ച്, പുരുഷന്മാരും സ്ത്രീകളും അവർ തമ്മിലുള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം തന്നെ അതാണല്ലോ. വിമൺ ലവ് ടു കമ്മ്യൂണിക്കേറ്റ്, ദേ വോണ്ട് ടു ടോക്ക്. പലപ്പോഴും അവർക്ക് പറയാനുള്ളത് ഒന്നെങ്കിൽ കേൾക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ അവർ പറയുമ്പോൾ അവരുടെ വികാരങ്ങൾ ഒരുപാട് അതിനകത്ത് കൂട്ടിച്ചേർത്ത് പറയുന്നത് കൊണ്ട് ശ്രദ്ധിക്കാതെ പോകുന്നു, തെറ്റിദ്ധരിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് പുരുഷനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും വെളിയിൽ ജോലിക്ക് അവർ പറഞ്ഞു തീർത്തിട്ട് തിരിച്ചു വരുന്നു, ഇവിടെ കുറെ കാര്യങ്ങൾ പറയാനിരിക്കും. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ അവരോട് ജെന്യുവനായിട്ട് അവരെ റെസ്പെക്റ്റ് ചെയ്ത് അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി ആരെങ്കിലും അവർക്ക് ശ്രദ്ധ കൊടുത്താൽ ദേ സോ ക്വിക്ലി വാണ്ട് ടു ഓപ്പൺ അപ്പ് ദെയർ ഹാർട്ട്സ്. അപ്പം അവരെ മനസ്സിലാക്കുന്നു എന്നൊരു ഫീല് കിട്ടിക്കഴിയുമ്പോൾ, അത് സ്ത്രീകൾ മാത്രമല്ല ഏത് മനുഷ്യനാണെങ്കിലും, നമ്മളെ അൺകണ്ടീഷണലായിട്ടൊരു സ്നേഹം, ഒരു ആക്സെപ്റ്റൻസ് നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഹൃദയം തുറക്കാൻ നമുക്കൊരു പാടുമില്ല. അംഗീകരിക്കപ്പെടുകയാണ്. അതെ. പിന്നെ പല വ്യക്തിത്വങ്ങളുടെ പ്രതികരണം പല വിധത്തിലാണ്. ചിലർ വളരെ സ്റ്റബേൺ ആയിട്ടുള്ളവരുണ്ട്. നമ്മൾ നല്ല വഴി പറഞ്ഞു കൊടുത്താലും അവരുടെ രീതികൾക്കകത്ത് അങ്ങനെ ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് പോകുന്നവരുണ്ട്. പറഞ്ഞാൽ അത് മനസ്സിലാക്കി ആ ജ്ഞാനം ഏറ്റെടുക്കുന്നവരുണ്ട്. അങ്ങനെ എത്രമാത്രം ഓരോരുത്തർക്ക് ഇത് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ റിസീവിങ് കപ്പാസിറ്റി അനുസരിച്ചും കൂടിയാണ്. പ്രതികരിക്കുന്നതും അങ്ങനെയായിരിക്കാം, ആളുകൾ ഷെയർ ചെയ്യുന്നതും അങ്ങനെയായിരിക്കാം. അതെ. ഈ ഒരു സാഹചര്യത്തിൽ മാം ആക്ച്വലി നമ്മൾ സ്ത്രീ ശാക്തീകരണത്തെ പറ്റി പറയാറുണ്ട്. പക്ഷേ പൊതുവേ കേൾക്കുന്നൊരു കാര്യമാണ്, സ്ത്രീ കൂടുതൽ സാമ്പത്തിക ഭദ്രത വന്നപ്പോൾ, ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്ത്രീ ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി, സെൽഫിഷായി, ആരെ ബഹുമാനിക്കാതെ, അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ കേൾക്കാം. ഇത് എത്രത്തോളം ശരിയാണ്? ഇതിനെപ്പറ്റി ഇത് നമുക്ക് ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് പോലെ എല്ലാ സ്ത്രീകളെയും കുറിച്ച് നമ്മളങ്ങനെ പറഞ്ഞുകൂടാ, അത് ശരിയല്ല, എല്ലാവരെയും പറ്റിയല്ല. എന്നാൽ ഈ ഒരു ജനറേഷന്റെ ട്രെൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫെമിനിസത്തിന്റെ ഒരു സ്വാധീനം, അതൊരു ഒരു തിങ്കിങ് പാറ്റേൺ ആണല്ലോ, ഐഡിയോളജിയാണ്. അപ്പം അതിൻ്റെ ഒരു സ്വാധീനം ഇപ്പോഴത്തെ തലമുറയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.
അത് ഒരു പക്ഷെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവർക്കുണ്ടായ അടിച്ചമർത്തലോ അവർക്കുണ്ടായ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളുടെ ഭാഗമായിട്ടാണല്ലോ അങ്ങനെ. ഡെഫിനറ്റ്ലി ഫെമിനിസത്തിന്റെ ആരംഭം തന്നെ അവിടുന്നാണ്. ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എ ഗുഡ് ഇന്റൻഷൻ, ഓക്കെ. അല്ലേ? ഈ പറയുന്ന പോലെ സ്ത്രീകളെ അടിച്ചമർത്തുന്നു, അവരെ എന്താ വല്ലാതെ കോർണർ ചെയ്യുന്നു, അവരുടെ കഴിവുകളെ എക്സ്പ്രസ് ചെയ്യാൻ ഒരു വേദിയില്ല. നല്ല രീതിയിലാണത് തുടങ്ങിയത് എങ്കിലും അത് വന്ന് ഓൾമോസ്റ്റ് ഫോർത്ത് വേവ് ഓഫ് ഫെമിനിസത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ആൻഡ് അത് സ്ത്രീയും പുരുഷനും അവർ ഈക്വലാണ് എന്ന് വാദിച്ച് ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, പുരുഷന്മാർ വേണ്ട, പുരുഷന്മാരില്ലെങ്കിലും വി അലോൺ ക്യാൻ ഡു ഇറ്റ്. അത് ഒരു കുടുംബം അല്ലെ ഒരു ഫാമിലിയുടെ അതിൻ്റെ ഫൗണ്ടേഷനെ സ്ട്രൈക്ക് ചെയ്യുന്നത് പോലെ പുരുഷനോട് സബ്മിറ്റ് ചെയ്യാൻ എനിക്ക് വില്ലിങ്നെസ് ഇല്ല, അതൊരടിച്ചമർത്തലാണ് എന്നൊരു ചിന്താഗതി ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് അത് വല്ലാതെ ഒരു സ്വാധീനം ചെലുത്തുകയും ബിക്കോസ് ഓഫ് വിച്ച് ദ ബേസിക് ഫൗണ്ടേഷൻ ഓഫ് മാരേജ് ഈസ് ഷേക്കിംഗ്. അതുകൊണ്ട് ഇന്നത്തെ തലമുറ കുടുംബ ബന്ധങ്ങൾ വേണ്ട, വിവാഹത്തിൽ നിന്ന് മാറിപ്പോകുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. സോ മാം പറഞ്ഞു വരുന്ന ആക്ച്വലി ദൈവമാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്, ദൈവമാണ് ഒരു ഉദ്ദേശത്തോടു കൂടി സൃഷ്ടിച്ചത്. ആ ഒരു ഉദ്ദേശം കുടുംബത്തിൽ ഒരു ഐക്യതയും ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് കാണിക്കുവാൻ വേണ്ടി, പക്ഷേ ആ ഒരു ദൈവിക ഉദ്ദേശം ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ശരിക്കും എവിടെയാണ് സ്ത്രീകൾ അല്ലെങ്കിൽ ആ ദൈവിക ഉദ്ദേശത്തിലേക്ക് മടങ്ങി വരുവാൻ ഉള്ള ഒരു റെസ്റ്റോറേഷൻ ഉണ്ടെങ്കിൽ അതെന്താണ് ശരിക്കും? ദൈവ ഉദ്ദേശത്തിലേക്ക് എങ്ങനെയാണ് നാം മടങ്ങി വരാൻ? ഈ പറഞ്ഞ പോലെ സ്ത്രീ ശക്തീകരണത്തിലും എംപവർമെൻറ്റിലും അവരുടെ അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള വേദികൾ ഉണ്ടായിരിക്കണം. ഇതിലെല്ലാം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇത് പറഞ്ഞ് പലപ്പോഴും ഇത് ആ ബൗണ്ടറീസ് ക്രോസ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒരുപാട് പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ബോത്ത് ആസ് പാർട്ട് ഓഫ് ബീയിങ് എ ക്രിസ്ത്യൻ, ആസ് എ ഗൈനക്കോളജിസ്റ്റ്, മൈ മെഡിക്കൽ നോളജ്, കൗൺസിലിംഗ് മേഖലയ്ക്കകത്തുള്ള എൻ്റെ മനസ്സിലാക്കലെല്ലാം വെച്ച് വാട്ട് ഐ ഫീൽ ഈസ് സ്ത്രീകൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ഗുണമാണ് ജ്ഞാനം. ജ്ഞാനിയായ ഒരു സ്ത്രീ, എ വൈസ് വുമൺ. ആൻഡ് വി നോ the fear of the Lord is the beginning of wisdom. ദൈവഭയമുള്ള ഒരു സ്ത്രീ, ദൈവത്തോട് ബന്ധമുള്ള ഒരു സ്ത്രീ, ദൈവത്തിൻ്റെ വചനത്തിന് ആ വില കൽപ്പിക്കുന്ന ഒരു സ്ത്രീ, അത് തൻ്റെ ജീവിതത്തിൻ്റെ മാനദണ്ഡമായിട്ട് ഫൗണ്ടേഷനായിട്ട് എടുക്കുന്ന ഒരു സ്ത്രീ, ദാറ്റ് ബിക്കംസ് ലൈക്ക് ദ ബിഗിനിങ് പോയിന്റ് ഇൻ ഹർ ലൈഫ്. അവിടെയാണ് അവളുടെ ജീവിതം നന്നായി പണിയാനായിട്ട് ഉള്ള ഒരു തുടക്കം പോലും അവിടുന്നാണ് അതിൻ്റെ ആരംഭം. സോ മൈ എംഫസിസ് ഈസ് നോട്ട് ജസ്റ്റ് ടു എംപവർ വുമൺ. ഓക്കെ, നീ കൂടുതൽ പഠിക്കണം, നീ ജോലി ചെയ്യണം, നീ പൈസ ഉണ്ടാക്കണം, നീ നിന്റെ കാലയിൽ നിൽക്കണം, നീ ഫ്രീ ആയിരിക്കണം എന്നുള്ളിടത്തല്ല നമ്മൾ തുടങ്ങേണ്ടുന്നത്. മറിച്ച് ദൈവഭയമുള്ള ഒരു സ്ത്രീ ആയിരിക്കണം, ദൈവത്തിനും ദൈവവചനത്തിനും സ്ഥാനം കൊടുക്കണം, ആ ഡിസൈൻ അനുസരിച്ച് എൻ്റെ ജീവിതത്തെ പണിയണമെന്നൊരു താല്പര്യമായിരിക്കണം. അവിടെ ഒരു ഫൗണ്ടേഷൻ അവൾക്കുണ്ട് എങ്കിൽ എത്ര മുകളിലേക്ക് വളരാനും. ബൈബിളിൽ നമ്മൾ കാണുന്ന സ്ത്രീകൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്താൽ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ട അനേക സ്ത്രീകളുടെ ഉദാഹരണം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. സക്സസ്ഫുൾ ആയിട്ട് അല്ലെ, സക്സസ്ഫുൾ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു വുമൺഹുഡിനെ പറ്റിയാണ് കിങ്ഡം വിമൺ. എൻ്റെ ഒരു വലിയ ഇഷ്ടപ്പെട്ട ഒരു സെമിനാർ തീമാണത്. ദൈവരാജ്യത്തിന് പ്രയോജനപ്പെട്ട സ്ത്രീകൾ, അവരുടെ കുടുംബത്തിന്, സമൂഹത്തിന്, സഭയ്ക്ക്, ദേശത്തിന്. ഇമാജിൻ വി read about women like Deborah and Esther in the Old Testament. ഇവർ പുതിയ നിയമത്തിലല്ല, പഴയ നിയമ കാലഘട്ടത്തിൽ അനേക വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച സ്ത്രീകളാണ്. They were national leaders. You see, അന്നത്തെ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ പോലും റെസ്ട്രിക്ഷൻസ്, എന്തോരം റെസ്ട്രിക്ഷൻസ് ഉള്ള കാലമാണ്. ബട്ട് ഗോഡ് നെവർ മെയ്ഡ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എ മാൻ ആൻഡ് എ വുമൺ. അവർ ദൈവിക പദ്ധതികളിലേക്ക് ചേർന്ന് വരുമ്പോൾ അവരെ ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ
യുനോ ദൈവം അവിടെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ഓക്കെ. So my call is always for women to come back, to their source. A restoration of biblical womanhood. ഓക്കെ. ശരിക്കും അതൊരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞത്. ശരിക്കും പലരും ഒരുപക്ഷെ അതിനെപ്പറ്റി പറയുമ്പോൾ എന്താണ് ഒരു വുമൺഹുഡ് എന്നത്, ക്രിസ്തീയ വുമൺഹുഡ് എന്നത് ചിന്തിക്കും. തീർച്ചയായിട്ടും മാമിൻ്റെ കൺവിക്ഷൻ ശരിക്കും എന്താണ് ദൈവ ഉദ്ദേശം എന്ന് മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു കിങ്ഡം വുമൺ എന്നെപ്പറ്റി പറഞ്ഞു. പക്ഷേ ഒരു ചോദ്യം, ഈ സ്ത്രീത്വത്തെ പറ്റി, സ്ത്രീയുടെ വളർച്ചയെ പറ്റിയൊക്കെ പുരുഷന്മാരെന്താണ് മനസ്സിലാക്കേണ്ടത്? ശരിക്കും എന്താണ് മാം അതിനെപ്പറ്റി പറയാൻ? അതെ, ഞാൻ മീറ്റിംഗ് എടുക്കാൻ പോകുന്നിടത്തൊക്കെ ഞാൻ പറയാറുണ്ട്, സാധാരണ സ്ത്രീകളെ മാത്രമായിട്ട് വിളിച്ചിരുത്തിയായിരിക്കും മീറ്റിംഗ് നടത്തുക, സ്ത്രീകളുടെ മീറ്റിംഗ് നടത്തുക. ഓർ ഈവൻ ഇൻ ജനറൽ വി ഹാവ് ലൈക്ക് വിമൻസ് ഡേ, ബട്ട് വി നെവർ ഹാവ് മെൻസ് ഡേ. മെൻസ് ഡേ പല സ്ഥലങ്ങളിൽ ചില ആഘോഷിക്കാറില്ല. അതെ, അപ്പോ ശരിക്കും പുരുഷന്മാരുടെ റോൾ ഇൻ ഫാമിലീസ്, ഹൗ ദേ ഹാവ് ടു ബി വിത്ത് റെസ്പെക്ട് ടു വിമൺ. ബിക്കോസ് പുരുഷനെയാണ് ദൈവം ആദ്യം സൃഷ്ടിച്ചത്, അതിനുശേഷമാണ് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചത്. അതുകൊണ്ടൊരു സ്ത്രീയെക്കുറിച്ച് ഏറ്റവും നല്ല രീതിയിലും ഹോൾസമായിട്ടും ആദ്യമേ ഒരു പുരുഷൻ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ദിസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഐ മേക്ക്. Without a complete restoration of biblical manhood, there cannot be a complete restoration of biblical womanhood. പുരുഷന്മാർ വേണം ആദ്യമേ ഇത് മനസ്സിലാക്കാൻ. എന്നാൽ മാത്രമേ സ്ത്രീകൾക്ക് ആ ഒരു റെസ്പെക്റ്റ് കൊടുത്ത്, സ്ഥാനം കൊടുത്ത്, സ്നേഹം കൊടുത്ത് അവരെ ദൈവം ആഗ്രഹിക്കുന്ന ആ പ്ലേസിലേക്ക് അവർക്ക് നടത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. ബിക്കോസ് ദേ ആർ ഇൻ ദ ലീഡർഷിപ്പ് റോൾ. തീർച്ചയായിട്ടും എല്ലാവരും, സ്ത്രീയും പുരുഷനും അന്യോന്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ ഡിസൈൻ, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ്. ഈ ഒരു വുമൺഹുഡ് എന്ന ചർച്ച വലിയൊരു ചർച്ചയാണെങ്കിൽ പോലും ഇന്നത്തെ ഈ ഒരു ടോക്കിൽ മാം എന്താണ് ഞങ്ങളുടെ പ്രേക്ഷകർ, ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ വ്യൂവേഴ്സിനോട് വുമൺഹുഡിനെ പറ്റി ഒരു യുവതി കേൾക്കേണ്ട കാര്യങ്ങൾ, അവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ പ്രേക്ഷകർ? അതെ, it is such a blessing to be born as a woman. That is the first thing I would say. Never look down upon yourself, upon your womanhood. ഒരു സ്ത്രീയായി ജനിക്കുന്നത് ഇന്ന് ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, അതൊരു ലയബിലിറ്റി ആണല്ലോ, അത് രണ്ടാം തരത്തിലുള്ള ഒരു സൃഷ്ടിപ്പാണല്ലോ ഞാൻ എന്നൊരു ചിന്തയോടുകൂടിയാണ് ഒരുപക്ഷെ പല പെൺകുട്ടികളും പല മാതാപിതാക്കളും അതിനെ എടുത്തിരിക്കുന്നത്. ബട്ട് നോ ദാറ്റ് യു ആർ എൻ അമേസിങ് ബ്യൂട്ടിഫുൾ ക്രിയേഷൻ ഓഫ് ഗോഡ് ആൻഡ് നോ ബഡി ക്യാൻ ടേക്ക് യുവർ പ്ലേസ്. ഒരു സ്ത്രീയുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് അവൾക്ക് മാത്രമേ അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. I give a call, for kingdom women to rise, for wise women to rise up. ജ്ഞാനിയായ സ്ത്രീ അവളുടെ ഭവനത്തെ പണിയുന്നു, അങ്ങനെയാ ബൈബിള് പറയുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മോർ ദാൻ എനിത്തിങ് എൽസ് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുന്ന ഒരു കാര്യമാണ് ജ്ഞാനം, ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചുള്ള മനസ്സിലാക്കൽ, അത് പ്രാക്ടിക്കലി ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു വിസ്ഡം, ഒരു ജ്ഞാനം. ആൻഡ് ലൈക്ക് ബൈബിളിൽ നമ്മൾ വായിക്കുന്ന ദ വൈസ് മാൻ ബിൽറ്റ് ഹിസ് ഹൗസ് അപ്പോൺ ദ റോക്ക് എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തെ ആധാരമാക്കി വ്യക്തിപരമായ ജീവിതത്തെ, കുടുംബത്തെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കരിയർ എല്ലാം നിങ്ങൾക്ക് മനോഹരമായിട്ട് പണിതെടുക്കുവാനായിട്ട് കഴിയും. നെവർ ലെറ്റ് the sorrows of life or your own experiences, never let it limit you, never let it define you. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ് നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. God is for you, and therefore once you take sides with him, your possibilities are limitless in God.
one look into the Old Testament, into the New Testament, you know, into the Gospels, you see how much Jesus loved women. എത്രമാത്രമാണ് കർത്താവ് സ്ത്രീകളെ സ്നേഹിച്ചത്, അവരെ ബഹുമാനിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ വുമൺഹുഡിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ബൈബിളിലേക്ക് തിരിഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ബിക്കോസ് ഐ സോ the way Jesus dealt with women in the Gospels. അങ്ങനെ ഒരു സ്ത്രീകളെ ബഹുമാനിച്ച ഒരു ചരിത്ര പുരുഷൻ ഈ ലോകത്തില്ല. God loves you. He values you no matter what. And നമ്മുടെ ലൈഫ് ഏതവസ്ഥയിലാണെങ്കിലും, എത്ര മെസ്സാണെങ്കിലും, നമ്മളെ തൊട്ട് സൗഖ്യമാക്കി, നമ്മുടെ ജീവിതത്തിനൊരു ഉദ്ദേശം നൽകി, മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. And that is the place from where I really began to believe in womanhood. I really began to see womanhood as a calling in itself. So once again, this is a call that I would give to all my beloved sisters and daughters. Now, God loves you, and there is this call for you to rise up as kingdom women who will be a great blessing to their families, to the society, to your churches, and to the whole nation. God bless you. ഇന്നത്തെ റിയൽ ടോക്സിൽ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം വുമൺഹുഡിനെ പറ്റി സംസാരിച്ച, സ്ത്രീകൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ദൈവ ഉദ്ദേശത്തിലേക്ക് നാം മടങ്ങി വരേണ്ട ആവശ്യത്തെപ്പറ്റിയും, ബുദ്ധിയുള്ള പുരുഷൻ പാറമേൽ അടിസ്ഥാനമിട്ട വീട് പണിതുപോലെ സാമർഥ്യമുള്ള സ്ത്രീയെപ്പോലെ ജ്ഞാനമുള്ള സ്ത്രീയായിരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞങ്ങളോട് സംസാരിച്ച ഡോക്ടർ സുമ ആൻഡ് നയനാനോട് പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച്. Thank you, sir.